അഡ്വക്കേറ്റ് ജോസഫ് മാത്യു, അതായത് തെളിവ് നശിപ്പിച്ചതിന് തെളിവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പോലും വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ഈ കൂറുമാറിയ സാക്ഷികളുണ്ടല്ലോ, അവരുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായോ? നമ്മളെല്ലാം പരിശോധിക്കണമല്ലോ. ഇപ്പോൾ കോടതിക്ക് നേരെ വാളോങ്ങി നിന്നിട്ട് കാര്യമില്ല. കോടതിയുടെ വിധി വരുമ്പോൾ അത് സ്വീകരിക്കുകയല്ലാതെ മാർഗമില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ. എന്തിനാണ് കോടതിയുടെ മെക്കിട്ട് കയറുന്നത്? ഈ അന്വേഷണത്തിൽ അപ്പാടെ പാളിച്ചയുണ്ടായി എന്ന് വ്യക്തമല്ലേ? നോക്കൂ, ഈ കേസ് ആദ്യം തന്നെ ഒരു കാര്യം പറ്റേ, നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ഹീനമായ കുറ്റകൃത്യമാണ് ഇവിടെ നടന്നതെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതിനകത്ത് കുറ്റകൃത്യത്തിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളവർക്ക് അവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് പര്യാപ്തമായ ശിക്ഷ കൊടുക്കുകയും ചെയ്യും. ഈ നടൻ ദിലീപിന്റെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റ വകുപ്പുകൾ ഗൂഢാലോചന 120B IPC ആണ്. അദ്ദേഹം ഡയറക്റ്റ് ഈ കുറ്റകൃത്യത്തിൽ ഇൻവോൾവ് ആയി. ഞാൻ ഈ കേസ് ഡയറി ഒന്നും കണ്ടിട്ടില്ല, എങ്കിലും ബാക്കി ഈ ചർച്ചകളിൽ ഇതുവരെ ഉണ്ടായ സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്നതാണ് അദ്ദേഹത്തിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. ഈ കുറ്റകൃത്യത്തിൽ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. അതില് ഇവിടെ നിയമപ്രശ്നങ്ങൾ ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ മുൻ DGP ശങ്കുമാർ അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹം ഈ കേസിനകത്ത് ആദ്യം അന്വേഷണത്തിലുണ്ടായിരുന്നു. ഏകദേശം അതിന്റെ ഫാക്ച്വൽ സിറ്റുവേഷനൊക്കെ കുറെ അദ്ദേഹത്തിന് അറിയാം. എന്നാലും ഈ കേസിന്റെ കേസ് ഡയറിയുമായോ അല്ലെങ്കിൽ ഡെപ്തായിട്ടൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തന്നെ എന്റെ എക്സ്പീരിയൻസ് വെച്ചും ഒരു ക്രിമിനൽ കേസ് നടത്തുന്നതിന്റെ രീതിയെക്കുറിച്ചും വെച്ചിട്ടും ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് പ്രോസിക്യൂഷന് കേസ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പ്രോസിക്യൂഷന് കോടതി മുമ്പാകെ കേസ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ there should be an investigation, a fair investigation ഉണ്ടായിരിക്കണം. ഫെയർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോസിക്യൂട്ടർക്ക് കോടതിയിൽ കേസ് നല്ലവണ്ണം പ്രസന്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഫെയർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതിയുടെ മുമ്പാകെ നിരത്തുന്ന തെളിവുകളിൽ the court can go in depth to the actual situation. ആ കേസിന്റെ ഡെപ്തിലേക്ക് പോകണമെങ്കിൽ it is the duty of the investigating officer as well as the prosecutor to prove the case, to produce all evidence before the court. കോടതിയെ ഈ ടൈമിന്റെ ഡെപ്തിലേക്ക് കോടതിയെ എത്തിക്കേണ്ടത് ചുമതല പ്രോസിക്യൂട്ടർക്കാണ്. പ്രോസിക്യൂട്ടർ ചുമതല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ പ്രോസിക്യൂട്ടർ ഈസ് ഹാവിംഗ് നോ റോൾ അറ്റ് ഓൾ. ഇൻവെസ്റ്റിഗേഷൻ ഈസ് ദ പ്രെറോഗേറ്റീവ് ഓഫ് ദ പോലീസ്. ഈവൻ ദ കോർട്ട് കനോട്ട് ഇന്റർഫിയർ ഇൻ ഇറ്റ്. അതാണല്ലോ. അപ്പം അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഇത് മനസ്സിലാക്കുന്നിടത്തോളം 120B അട്രാക്ട് ചെയ്യപ്പെടണമെങ്കിൽ അതിൽ നല്ല ഇൻവെസ്റ്റിഗേഷൻ വേണം. വളരെ ഡെപ്തിൽ ഇൻവെസ്റ്റിഗേഷൻ പോയി നല്ല തെളിവുകൾ ഹാജരാക്കിയെങ്കിൽ മാത്രമേ ഈ 120B പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ 120B ആണ് ദിലീപിനെതിരെ പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യം. അതായത് എന്താണ് 120B എന്ന് പറയുമ്പോൾ ചാർജ് ചെയ്യേണ്ട കേസിൽ പാലിക്കേണ്ട സൂക്ഷ്മതകൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല. ഉണ്ടായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും. അല്ലാതെ കോടതി ഈ ഇതുപോലുള്ള ഒരു വലിയ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂവില് ഒരു സെഷൻസ് ജഡ്ജാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഒരു ജഡ്ജസിനെയൊക്കെ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാനും കോടതി ചുമതലപ്പെടുത്തുകയുള്ളൂ. ഹൈക്കോടതി ഇതങ്ങനെയാണല്ലോ വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ജഡ്ജൊക്കെ ഇത് വളരെ ഇവാലുവേറ്റ്, ഇത്രയും സാക്ഷികളെ, ഇത്രയും കേസ് ഡയറി, ഇത്രയും കാലത്ത് ഇതെല്ലാം പരിശോധിച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഡെപ്തിൽ അവർ പോയിട്ടുണ്ടാവും. അത് കേസ് ഡയറി മുഴുവൻ പഠിച്ചു തന്നെയാണ് ചെയ്യുക. അവിടെ ഒരു ജഡ്ജസിന്റെ ഒരു ഫാൾട്ട്, ഒരു ജഡ്ജസ് ഇത് നിസ്സാരമായി വിട്ടു എന്നൊക്കെ ചിലരൊക്കെ പല കമന്റ് പറയുന്നാലും ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. എവിഡൻസിന്റെ ബേസിൽ തന്നെയായിരിക്കും കോടതി ഈ നിലവിൽ എത്തിയിരിക്കുന്ന ജഡ്ജ്മെന്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകും.